വ്യത്യസ്ത കഥകളാണ് കഥാപ്രസംഗം വേദിയിൽ നാം കണ്ടത്. പാലക്കാട് വട്ടേനാട് GVHS കുട്ടികൾ ഹിറ്റ്ലറുടെ കാലത്തെ കഥ പറഞ്ഞാണ് കയ്യടി നേടിയത്. ചന്തു S. നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പ്രേക്ഷക സാന്നിധ്യം കൊണ്ടും കഥാമൂല്യം കൊണ്ടും ശ്രദ്ധേയമായ വേദിയായിരുന്നു സെന്റ് ജോസഫ് സ്കൂളിലെ കഥാപ്രസംഗ വേദി. 16ലധികം ടീമുകൾ മത്സരിച്ചു. എല്ലാവരും ഉന്നത നിലവാരം പുലർത്തി എന്ന് മാത്രമല്ല വിവിധ മേഖലകളിൽ നിന്നുള്ള കഥകൾ കൊണ്ടുവന്നു. പുരാണ കഥകളും അതോടൊപ്പം തന്നെ ആധുനിക കാലത്തെ വിശപ്പ് തുടങ്ങിയ കഥകളും എല്ലാം കുട്ടികൾ കൊണ്ടുവന്നു. എന്നോടൊപ്പം നിൽക്കുന്നത് മറ്റു വ്യത്യസ്ത കഥ പറഞ്ഞ അവരോട് തന്നെ ചോദിക്കാം. മോളെ, എന്തായിരുന്നു നിങ്ങളുടെ വിഷയം? ഹിറ്റ്ലറും ജൂതന്മാരും. എന്തായിരുന്നു, ഏത് കാലഘട്ടത്തിൽ നടന്ന കഥയാണ്? 40കളില്. എന്താണ് ഈ കഥ തിരഞ്ഞെടുക്കാനുള്ള കാര്യം? അത് ആ തീം പിന്നെ നമ്മുടെ ഒരു ഇൻസ്പയറിംഗ് ആണല്ലോ. അപ്പൊ ചേച്ചി ചെയ്തിരുന്നു. അപ്പൊ ഞാനും അങ്ങനെ കഥാപ്രസംഗം പറഞ്ഞപ്പോ ഈ സ്റ്റോറി തെരഞ്ഞെടുക്കാൻ. എങ്ങനെയുണ്ടായിരുന്നു? ഒന്ന് നമുക്ക് അവതരിപ്പിക്കാമോ? നിങ്ങളുടെ സ്കൂൾ കൂടെ പറഞ്ഞത്? വട്ടനാട് സ്കൂൾ, GVHS വട്ടനാട്. വട്ടനാട് ഏത് ജില്ലയാണ്? പാലക്കാട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ആ കഥയിലേക്ക് പോവാം. പൊട്ടിക്കരയാൻ ചിരിക്കാൻ കഴിയില്ല, ഞെട്ടറ്റു വീണുപോയി ജീവിതം, ഞെട്ടറ്റു വീണുപോയി. ജൂതന്മാർ മാത്രമല്ല, യാഹോവയുടെ കുഴലൂത്തുകാർ പോലും രക്ഷപ്പെടുന്നില്ല. ബന്ധങ്ങളിൽ ഇനി സ്വന്തമെന്നോതുവാൻ സ്വപ്നങ്ങൾ പോലുമില്ല, സ്വന്തം സ്വപ്നങ്ങൾ പോലുമില്ല. അമ്മയ്ക്ക് ഒന്നും അറിയില്ല. ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം ജൂതവിരോധം ലോകമേധാവിത്വം സ്ഥാപിക്കാനുള്ള നിമിത്തം മാത്രം. വർഷങ്ങളായി ക്രിസ്ത്യൻ മനസ്സുകളിൽ കറുത്തു കട്ടപിടിച്ചിരിക്കുന്ന ജൂതവിരോധം മുതലെടുക്കുക മാത്രമാണ് അവർ ചെയ്തത്. വളരെ നന്നായിരുന്നു മോളെ. ടീച്ചർ, എന്താണ് ഈ കുട്ടികൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം? സെലക്ട് ചെയ്ത് കൊടുത്തത് അവർ തന്നെയാണ്, അവരുടെ രക്ഷിതാക്കളാണ്. നമ്മൾ പ്രാക്ടീസിലൊക്കെ ഒരു സഹായം ചെയ്തു കൊടുത്തു. പിന്നെ അവിടെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ കലാകാരന്മാരായിട്ടുള്ള അധ്യാപകരും ഒക്കെ ഉണ്ട്. അവരെ നല്ലോണം സഹായിച്ചു മക്കളെ. പിന്നെ അവർ സെലക്ട് ചെയ്ത കഥ വളരെ നല്ലതാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ മൂല്യവത്തായി ഇപ്പോഴും അതിന്റെ പ്രസക്തി നഷ്ടപ്പെടാത്ത ഒരു കഥയാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് സത്യം പറഞ്ഞാൽ ഒരു മഞ്ഞക്കടലാക്കി മാറ്റി ഏകദേശം. കാരണം സെന്റ് ജോസഫ് സ്കൂളിനെ ഇവരുടെ അവതരിപ്പിച്ച സ്ഥലത്ത് നല്ല കയ്യടിയും നേടാൻ പറ്റി. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ കിരൺ ഗംഗയോടൊപ്പം ചന്തു S. നായർ, ദൂരദർശൻ ന്യൂസ്.